بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ലോക പരിസ്ഥിതി ദിനം എന്ന പേരിൽ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ ലോകത്ത് എല്ലാ വർഷവും ആചരിച്ചു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ഇടം, അതിൻ്റെ സന്തുലിതാവസ്ഥ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് നശിച്ചു പോകരുത്. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായ പ്രാണവായു, അതുപോലെ വെള്ളവും ഭക്ഷണവും, പിന്നീട് വസ്ത്രവും പാർപ്പിടവും, അതിനുശേഷം വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളുമെല്ലാം. അപ്പോൾ ഒന്നാമതായി പ്രാണവായു തന്നെ അശുദ്ധമാകരുത്. വായുവിൻ്റെ ശുദ്ധിയാണ് ആരോഗ്യത്തിൻ്റെ ശക്തി. ഏറ്റവും നല്ല വായുവുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും. രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മുക്തിയുണ്ടാകും. രോഗം വരുമ്പോൾ ചികിത്സാ അർത്ഥത്തിൽ ശുദ്ധവായുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന പതിവ് പഴയകാല ജനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരുന്നും മറ്റൊന്നും ആവശ്യമില്ല. ആ സ്ഥലത്ത് പോയി താമസിക്കുക, ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മുടെ വായു മലിനമാക്കുന്നതിൽ നാം തന്നെയാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. വാഹനങ്ങളാണ് അതിലേറ്റവും വലിയ ഒരു റോൾ. ഫാക്ടറികളും വൻകിട ഫാക്ടറികളും മറ്റൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. എന്നാൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നാം എല്ലാവരും മുന്നിലാണ്. വാഹനങ്ങൾ പരമാവധി ഉപയോഗം കുറക്കണം. അപ്പോൾ ഒരാൾ സഞ്ചരിക്കുന്നത് 4 ആൾക്ക് പോകാനുള്ള കാറാണെങ്കിൽ 3 പേരെ കൂടി അതിൽ കയറ്റുക. ചില പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഹൈവേകളിലെ ചില ട്രാക്കുകളിൽ 4 ആളുള്ള കാറിന് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഒരാളുള്ള കാറാണെങ്കിൽ വേറെ ട്രാക്കിൽ പോകണം. അപ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകും. ഇതെല്ലാം വാഹനങ്ങളുടെ ഉപയോഗം കുറക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയാണ്. അതിനുവേണ്ടിയുള്ള പല പദ്ധതികളുമാണ്. അതുപോലെ EVകൾ, ഇലക്ട്രോണിക് വെഹിക്കിളുകൾ, അതിലേക്ക് മാറുക, പൂർണ്ണമായും മാറുക എന്നത് ഈ പുക മൂലമുള്ള പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കാൻ ഒരു കാരണമാണ്. നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ടാകുന്ന വേസ്റ്റുകൾ പരിസ്ഥിതിക്ക് വലിയ ആഘാതമാണ് വരുത്തുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 100% ഒഴിവാക്കാൻ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമുണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. കടലാസിൻ്റെ ചായക്കപ്പുകളാണ്, പേപ്പർ പ്ലേറ്റുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കാറുണ്ടെങ്കിൽ അതിൽ പോലും ഒരു നിശ്ചിത ശതമാനം പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടലാസാണെന്ന് വിചാരിച്ച് അവയെ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഭൂമിയിൽ അടിഞ്ഞുകൂടാൻ അത് കാരണമായി തീരുന്നു. പ്ലാസ്റ്റിക് നശിക്കില്ലല്ലോ, അത് ഉരുകി അവശേഷിക്കും. വിശാലമായ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യത്തെ സൂക്ഷിക്കണം. ഭക്ഷ്യാവശിഷ്ടങ്ങൾ അത് പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കി എറിയുമ്പോൾ രണ്ടും കൂടെ ഭാരമാകും. ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമായി വരുന്ന എല്ല്, മുള്ള് പോലുള്ള സാധനങ്ങൾ അത് ഡൈജസ്റ്റ് ആകുന്ന മണ്ണിൽ നിക്ഷേപിച്ച് കമ്പോസ്റ്റായും മറ്റു വളമായും ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നായകൾക്കും മറ്റുമൊക്കെ ഭക്ഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പേപ്പട്ടി കടിക്കുന്ന തെരുവ് നായ്ക്കൾ കുട്ടികളെ കടിക്കുന്നതൊക്കെ നാട്ടിലെ നിത്യസംഭവങ്ങളാണല്ലോ. തെരുനായകൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാത്തത് കൊണ്ടാണ് അവർ മനുഷ്യമക്കളെ കടിക്കുന്നത്. പഴയകാലത്ത് ഭക്ഷണം കഴിച്ചാൽ വീട്ടിൽ നിന്ന് അതിൻ്റെ വേസ്റ്റ് സുപ്ര കൊണ്ടുപോയി മുറ്റത്തിൻ്റെ ഒരറ്റത്ത് തട്ടുമായിരുന്നു. അതിനൊരു നിശ്ചിത സമയം
ആകുമ്പോൾ പട്ടികൾ വരും, അവരത് കഴിച്ചു പോകും. ഇന്ന് അതെല്ലാം പ്ലാസ്റ്റിക്കിലാക്കി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടുന്നുമില്ല, ഈ വേസ്റ്റ് ഒരു ഭാരമായി മാറുകയും ചെയ്യുന്നു. അതുപോലെ ആഘോഷങ്ങളിലും മറ്റും ബലൂൺ ഉപയോഗിക്കുന്നത് വലിയ പ്രകൃതി നാശത്തിന് കാരണമായി തീരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ശ്രമിക്കുക. വെള്ളം, പ്ലാസ്റ്റിക് കുപ്പികളിൽ വരുന്ന വെള്ളം കുടിക്കുന്ന പതിവ് വല്ലാതെ വർദ്ധിച്ചു. അത് അനാരോഗ്യകരമാണ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെയോ സെറാമിക്കിൻ്റെയോ വാട്ടർ പോട്ടുകൾ, തുകൽ പാത്രങ്ങൾ, അവയിൽ വെള്ളം കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നൊരു രീതി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ പ്ലാസ്റ്റിക് വെള്ളത്തിൻ്റെയും ബോട്ടിലിൻ്റെയും ഉപയോഗവും അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അത് മുഖേന വരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി കഴിയും. വെള്ളം നന്നാകലാണ് ഏറ്റവും ആവശ്യം. മാലിന്യം വെള്ളത്തിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. കിണറുകളും തോടുകളും കുളങ്ങളും അരുവികളും പുഴകളും ഒക്കെ ശുദ്ധജലത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി നിലനിർത്താൻ നമ്മൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും നമുക്ക് അത് ഇബാദത്താണ്, അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുന്നതാണ്. മരങ്ങളും ചെടികളും അത് ഈ ഭൂമിയുടെ സൗന്ദര്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അറ്റമില്ലാത്ത അത്രയും ചിന്തിക്കാനുണ്ട്. ഇൽമുൻ നബാത്താത്ത് എന്ന് പറയുന്ന ബോട്ടണി എന്ന് പറയുന്നൊരു സയൻസ് പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉലമാ ഈ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇൽമുൻ നബാത്താത്ത്, ബോട്ടണി, ഹയാത്തുൽ ഹയവാൻ, സുവോളജി, അജായിബുൽ മഖ്ലൂഖാത്ത്, മിനറൽ സയൻസ് അല്ലെങ്കിൽ ജെമ്മോളജി, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അയിമ്മത്തുകൾ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഈ സസ്യങ്ങൾ ചിന്തിച്ചാൽ മനുഷ്യന് പിടുത്തം കിട്ടൂല. ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയൊരു കുരുവിൽ നിന്ന് വലിയ പനയാണ് ഉണ്ടാകുന്നത്. ഒരു ചെറിയ തേക്കിൻ്റെ വിത്തിൽ നിന്ന്, ഒരു സ്റ്റെമ്പിൽ നിന്ന് വലിയ തേക്കിൻ മരങ്ങൾ, ആയിരക്കണക്കിന് ക്യൂബിക്കുള്ള മരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഓരോ മരങ്ങളും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരം മുറിക്കുക എന്ന് പറയുന്നത് കേവലം പ്രകൃതിക്ക് വരുന്ന ഒരു ആഘാതം മാത്രമല്ല. അവൻ ഖുർആനിൽ നിന്നൊരു ആയത്ത് മായ്ച്ചു കളയുന്നത് പോലെയുള്ളൊരു പ്രാധാന്യം അതിന് കാണുന്നുണ്ട്. കാരണം ആയാത്തുകൾ എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആനിലുള്ള ആയാത്തുകൾ പാഠമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള വചനങ്ങളാണെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുവും സൃഷ്ടാവിനെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങളാണ്, സൈനുകളാണ്. അപ്പോൾ പ്രകൃതിയിലൂടെ നടക്കുന്ന മനുഷ്യൻ പുസ്തകത്തിൻ്റെ പേജിലൂടെയാണ് നടക്കുന്നത്. പ്രകൃതിയെ അവൻ വായിക്കുകയാണ്. അതിലുള്ള ചെടികളെയും മരങ്ങളെയും പൂക്കളെയും കായ്കളെയും അതിൻ്റെ വിത്തുകൾ, അത് മുളക്കുന്നത്, അത് വളരുന്നത്, പിന്നീട് ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ശാസ്ത്രം. ഒറ്റയാൻ മരങ്ങളുണ്ട്, ഏകകാണ്ഡ മരങ്ങൾ, തെങ്ങ്, കവുങ്ങ്, പന പോലുള്ള മരങ്ങൾ. അത് തൗഹീദിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ധാരാളം ശിഖരങ്ങളുള്ള മരങ്ങൾ, അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമാ എന്ന് പറഞ്ഞ അത് മനുഷ്യകുലത്തിൻ്റെ വളർച്ച ആദമിൽ നിന്ന് തുടങ്ങിയിട്ട് വളർന്നു വരുന്നതിൻ്റെ മാതൃകകളാണ്. മരങ്ങളും ചെടികളും എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ടെന്നാണ്. വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അള്ളാഹുവിനെ വാഴ്ത്താത്ത, അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാത്ത, തഹ്മീദ് ചൊല്ലാത്ത ഒരു വസ്തുവും ഭൂമിയിലില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനൊരു മരത്തിൻ്റെ ചില്ല വെട്ടുമ്പോൾ അവന് തൻ്റെ കൈമുറിക്കുന്നത് പോലെ അനുഭവപ്പെടും. തസ്ബീഹ് ചൊല്ലുന്ന ഒരു മരത്തെയാണല്ലോ ഞാൻ വെട്ടുന്നത് എന്ന്. ഒരു മരത്തെ മുറിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ പിഴുതു കളയുമ്പോൾ
വലിയൊരായത്തിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത് എന്നവൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അനിവാര്യമായ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും പരമാവധി അത് നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അവൻ ചെയ്യുന്നത്. ഒരു ചെടി ഒരു വർഷത്തിൽ ചുരുങ്ങിയതൊരു മീറ്റർ വളരും. ചില മരങ്ങളൊക്കെ ചെറിയ തോതിൽ വളരുന്നതുണ്ട്. കരിമ്പനയും അതുപോലെ ചില പനകളും, ഈന്തുപന പോലുള്ള പനകളൊക്കെ വളരെ ചുരുങ്ങിയ വളർച്ചയാണ്, ദീർഘകാലം നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ സാധാരണ മരങ്ങളൊക്കെ മിക്കവാറും ഒരു വർഷത്തിൽ 1 മീറ്റർ ഉയരുന്നത്. അപ്പോൾ ഒരു 10 മീറ്റർ ഹൈറ്റുള്ളൊരു മരം മുറിച്ചാൽ ഇനി അതൊരു മരമായി വരണമെങ്കിൽ 10 വർഷമെടുക്കും. മുറിക്കാൻ ഒരു കത്തിപ്രയോഗം, ഒരു കോടാലിയുടെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ആധുനിക യന്ത്രങ്ങൾ വെച്ചാൽ നിമിഷനേരം കൊണ്ട് മുറിച്ചു കളയാൻ പറ്റും. അങ്ങനെയുള്ളൊരു മരം ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയമെടുക്കണം? അള്ളാഹുവിനെ, സൃഷ്ടാവിനെ കുറിച്ച് നമ്മെ ബോധിപ്പിക്കുന്ന, ഈ ഭൂമിക്ക് പടച്ചവനുണ്ട് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഇത്തരം ആയാത്തുകളെ മുറിച്ചു കളയുക എന്നത് കേവലം പ്രകൃതി സംരക്ഷണത്തോട് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവീക ദൃഷ്ടാന്തങ്ങളെ മുറിച്ചു കളയുക എന്നുള്ള ഒരു സ്ഥിതി അതിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു മരവും മുറിക്കാൻ പറ്റില്ലയോ, ഒരു പാറക്കഷ്ണവും പൊട്ടിക്കാൻ പറ്റില്ലയോ, എങ്ങനെ വീടുണ്ടാക്കും, വസ്ത്രമുണ്ടാക്കും എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടത്. ആവശ്യത്തിന് ഉപയോഗിക്കാം, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് വളരെ അത്യാവശ്യമായ അത്ര ഉപയോഗിക്കുകയും ബാക്കി നശിപ്പിക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുക. ഒരു പൂവാണെങ്കിൽ പോലും ഇപ്പം നോട്ടം, ഗെയ്സ് ഓഫ് ഡിസയർ ആൻഡ് ഗെയ്സ് ഓഫ് ഇബ്ര എന്ന് പറയുന്നുണ്ട്, ഗെയ്സ് ഓഫ് തോട്ട്. ഒരു വസ്തുവിലേക്ക് നോക്കുന്നത് വികാരത്തിൻ്റെ നോട്ടമുണ്ട്, ചിന്തയുടെ നോട്ടമുണ്ട്. വികാരത്തിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ആ ഭൂമി എനിക്ക് വാങ്ങണം, ഡിസയർ ഓഫ് ദ ഓണിങ്, അതെനിക്ക് ഓൺ ചെയ്യണമെന്ന, എനിക്ക് കൈവശപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത. ആ മരം മുറിച്ച് എനിക്ക് കെട്ടിടമുണ്ടാക്കണമെന്ന ചിന്ത, അല്ലെങ്കിൽ അതിൻ്റെ കായകളും ഖനികളും ഭക്ഷിക്കണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഈ മരം കൊണ്ടുള്ള ഭൗതികമായ താല്പര്യങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു നോട്ടമാണ് വൈകാരിക നോട്ടം എന്ന് പറയുന്നത്. എന്നാൽ ചിന്താപരമായ നോട്ടം, എന്തിൽ നിന്നാണിതുണ്ടായത്, എങ്ങനെയാണിതുണ്ടായത്, എങ്ങനെയാണിത് മുളക്കുന്നത്, ആരാണിതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, എന്തെല്ലാം ഉപകാരങ്ങളാണ് ഇതുകൊണ്ട് അവൻ ചെയ്തു വച്ചിട്ടുള്ളത്, ഇതെന്തിനാണ് പടച്ചത്, അതെന്തിനാണ് പടച്ചത് എന്നുള്ള സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്തയും സൃഷ്ടിപരമായ രഹസ്യങ്ങളിലൂടെ സൃഷ്ടാവിൻ്റെ മഹത്വത്തെ കാണുന്ന ഒരു ചിന്തയുമെല്ലാമാണ് ആ ഇബ്രത്തിൻ്റെ നോട്ടം എന്ന് പറയുന്നത്. അത് ഭൂമിയിലെ എന്ത് വസ്തുക്കളിലും ഇബ്രത്തിൻ്റെ നോട്ടമാണ് മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്ത തന്നെ ഇലയും മരങ്ങളും വെട്ടാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അപ്പം മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വമൻ കാന ഫീ യദിഹി ഫസീലത്തുൻ വതുഖാമു സ്സാഅതു ഗദൻ ഫല്യഗ്രിസ്ഹ, നാളെ ഖിയാമത്ത് നാളാണെന്ന് ബോധ്യമുണ്ടെങ്കിലും നിൻ്റെ കയ്യിലുള്ള ഒരു ചെടി ഇന്ന് നടണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ ലോകത്ത് പിന്നെ നൽകാനില്ല. നാളെ ലോകം നശിക്കുമെങ്കിൽ എന്തിനാണ് ഇന്ന് കുഴിച്ചിടുന്നത്? അപ്പം അവിടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്നത് നീ നോക്കേണ്ടതില്ല, നിന്നോട് പറഞ്ഞ കാര്യം നീ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ്. റിസൾട്ട് നോക്കിയിട്ടല്ല പറഞ്ഞ കാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രകൃതിയെ അതിമനോഹരമായി സംരക്ഷിക്കാനുള്ള വലിയ നിർദ്ദേശങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പച്ചപ്പുകൾ കാണാനും ഒഴുകുന്ന വെള്ളം കാണാനും നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ്. വീടുകൾക്ക് മുന്നിൽ ഫൗണ്ടൻ ഉണ്ടാക്കുന്നതും ഗാർഡൻ ഉണ്ടാക്കുന്നതും ഈ അർത്ഥത്തിൽ പുണ്യമായി കാണണം. അറബികൾ സാധാരണ പറയാറുണ്ട്, സലാസുൻ യുദ്ഹിബുനൽ ഹുസൻ അൽ മാഉ വൽ ഖദർ വൽ വജ്ഹുൽ ഹസൻ.
3 കാര്യങ്ങൾ ടെൻഷൻ ഇല്ലാതാക്കും. വെള്ളവും പച്ചപ്പും നല്ല മനുഷ്യരുടെ മുഖവുമാണ്. നല്ല മനുഷ്യരെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം കിട്ടും. ഇതുപോലെ വെള്ളവും പച്ചപ്പും, പ്രത്യേകിച്ച് ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കുന്നത് കണ്ണിന് കുളിർമയും ഹൃദയത്തിന് ആശ്വാസവും നൽകും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യത്തെ നശിപ്പിക്കുമ്പോൾ അല്ലാഹു തആല ചെയ്തു വച്ചിട്ടുള്ള അതിമനോഹരമായൊരു ഭൂമിയെ, ഒരു പ്രകൃതിയെയാണല്ലോ നശിപ്പിക്കുന്നത് എന്നവൻ ചിന്തിക്കണം. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് കരയിലും കടലിലും നാശമുണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയുടെ 79% വരുന്ന കടലിനെ പോലും മനുഷ്യൻ നശിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് കെട്ടുന്ന ഒരു ബലൂണാണ് കടലിലെത്തുന്നത്. നമ്മൾ വലിച്ചെറിയുന്നൊരു മിഠായി തോല്, പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കടലിൽ എത്തുന്നത്. ഇപ്പോൾ കടൽ എത്രയോ അകലെയല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അത് മഴയത്ത് ഒഴുകി 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 കടലിൽ എത്തുന്നു. കടലിലെ മത്സ്യസമ്പത്തിനെയും മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ അത് നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് കാരണമായി തീരുന്നു. അതാണ് കടലിലും മനുഷ്യൻ തന്നെ, കരയിലും മനുഷ്യൻ തന്നെയാണ് നാശം വിതയ്ക്കുന്നത് എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടാനുള്ള ചിന്തയും വിശ്വാസവും ദൗത്യവും നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. SYS പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസത്തിൽ മരം വെച്ചാൽ ചിലപ്പോൾ മുളക്കില്ല. നമ്മൾ കേരളത്തിൻ്റെ പരിസ്ഥിതി ദിനത്തിലാണ് നമ്മൾ മരം വയ്ക്കേണ്ടത്. അത് തിരുവാതിരയുടെ ദിനമോ മഴ വരുന്ന സമയത്തായിരിക്കണം. അപ്പം അങ്ങനെ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 10 സെൻറ്റ് ഭൂമിയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കടച്ചക്ക മരവും ഒരു മുരിങ്ങയും ഒരു കോവക്കയും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു മുള്ളൻ ചക്കയും ഒരു മാംഗോസ്റ്റിനും അങ്ങനെ 2-3 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആവശ്യമായ ഫ്രൂട്ട്സ് അതിൽ നിന്ന് ലഭിക്കും. ഒരു സാധാരണ ചക്കയും വെറൈറ്റീസൊക്കെ അതിൽ തന്നെ വയ്ക്കാൻ പറ്റും. ഒരു ചെറിയ കിണർ അല്ലെങ്കിൽ സംയോജിത കിണറുകൾ, 10 വീടിനൊരു കിണറൊക്കെ മതി. കിണറെല്ലാവരും കുഴിക്കേണ്ട കാര്യം ഇല്ല. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വളരെ ആഴമേറിയ കുഴികൾ വെട്ടാതിരിക്കുക. 5 അടിയിൽ താഴെയുള്ള കുഴികളാകുമ്പോൾ ടോയ്ലറ്റിൻ്റെയും മറ്റും മാലിന്യങ്ങൾ ഉപരിതല ജലത്തിലേക്ക് ചേരുകയും വെള്ളം കേടുവരികയും ചെയ്യും. അല്ലെങ്കിൽ അത് ഭൂമിയിൽ കുടിച്ചു പോവുകയും ഭൂമി നശിക്കാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മാതൃകാ ഭവനം, അങ്ങനെ നമ്മളൊരു മാതൃകാ രീതിയിലുള്ള ജീവിതം നയിക്കുകയും അത് സമൂഹത്തിന് പാഠമാവുകയും ചെയ്യണം. അപ്പോൾ മരത്തൈകൾ വിതരണം ചെയ്തും വിത്തുകൾ ശേഖരിച്ചും ലോക്കൽ സീഡുകളിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുറമേ നിന്ന് വരുന്ന പഴങ്ങളുടെ വിത്തുകളൊന്നും മുളക്കൂല. കാരണം അത് അന്ധക വിത്തുകളാണ്. അതിൻ്റെ വിത്തുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിനി ഉണ്ടാകരുത്. അമേരിക്കയിലെ ചില ആയുധ നിർമ്മാണ കമ്പനികൾ അത് നിർത്തിയിട്ട് സീഡ് കളക്ഷൻ തുടങ്ങിയെന്ന. സീഡ് ഇനി ലോകത്ത് വലിയൊരു യുദ്ധമായി മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സീഡ്സ് നമ്മൾ കളക്ട് ചെയ്യണം. ചക്കക്കുരുവും മാങ്ങയണ്ടിയും മുരിങ്ങയുടെ വിത്തും വെണ്ടയും തക്കാളിയും പച്ചമുളകും ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും വിത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. പച്ചമുളകിൻ്റെ, ചുവന്ന മുളകിൻ്റെ വിത്ത് അത് തിന്നാനുള്ളതല്ല. അത് വയറ് പൊളിക്കും, വയറിന് വലിയ കേടാ. അതിൻ്റെ കവറാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സീഡ്സ് പുറത്തെടുത്ത് ഉണക്കി സൂക്ഷിച്ച് പരമാവധി വിത്തുകൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആദത്താക്കി മാറ്റണം. ഒത്തക്ക തിന്നാൽ കിട്ടുന്ന വിത്തുകൾ ഉൾപ്പെടെ അതെല്ലാം കളക്ട് ചെയ്ത് ജംപ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് മഴക്കാലമാകുമ്പോൾ ഈ വിത്തുമായി പുറത്തു പോയി ബസ്സിൽ കയറി എവിടെയെങ്കിലും വലിച്ചെറിയുക. അതെവിടെയെങ്കിലും ചെന്ന് മുളക്കും. അതിനെ നിങ്ങൾ സഞ്ചിയിലോ സുപ്രയിലോ ഇട്ട് കവർ ചെയ്ത് ക്രഷ് ചെയ്ത് ഏതെങ്കിലും
വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിലേക്ക് കൊണ്ടുപോയാൽ അത് നശിച്ചു പോകും. ഈത്തപ്പഴത്തിൻ്റെ കുരു എറിയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം ഒന്നായിട്ട് തൊള്ളയിലിടും. അതിൻ്റെ ആ ഫ്രൂട്ട് നാവ് കൊണ്ട് റെഡിയാക്കിയെടുത്ത് കുരു പുറത്തേക്ക് വരുമ്പോൾ ഇടത്ത് കൈയിൻ്റെ പുറം കൊണ്ടെടുക്കും. മെല്ലെ വയ്ക്കുമെന്ന് എറിയരുത് എന്ന് പറയും. അത് ബഹുമാനമാണ്, അത് ഭക്ഷണത്തോടുള്ള ബഹുമാനം പോലെ. പിന്നെ ഈ വിത്തുകളെല്ലാം ഭക്ഷണം കൂടിയാണ്. വിത്തുകൾ, സീഡ്സ് വലിയ ഭക്ഷണമല്ലേ. അപ്പോൾ സീഡ്സ് കളക്ഷൻ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. ലൈഫ് സ്റ്റോക്കുകൾ, ആടും കോഴിയും പശുവും അതുപോലെയുള്ള ജീവികളൊക്കെ വളർത്തി സ്വൈരമായ ജീവിതത്തിന് വഴിയിട്ട് വെച്ചു കൊടുക്കുകയും പ്രകൃതിപരമായി തന്നെ ലഭിക്കുന്ന അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, പാലും മുട്ടയും മാംസ്യവും ഒക്കെ നല്ല നിലക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുകയും എല്ലാം ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. പറഞ്ഞാൽ ഏറെ നീണ്ടുപോകുന്ന വലിയൊരു സബ്ജക്റ്റാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഈ ഒരു സന്ദർഭം.